ഹായ് ഓൾ. ഇന്നിപ്പോ നമ്മുടെ ചർച്ചയിൽ എന്താ വന്നിരിക്കുന്നത് ചോദിച്ചാല്, ഗേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടിയില്ല, ഞാൻ എന്ത് ചെയ്യും? ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഗേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്തെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വീണ്ടും പല ഓപ്ഷൻസ് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ വീണ്ടും ചോദ്യം എന്താ ചോദിച്ചാൽ, നമ്മള് എന്ത് ആത്മാർത്ഥതയോടെയാണ് നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ചോദ്യകരമായ ഒരു ക്വസ്റ്റ്യൻ. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞു വന്ന ആ ഗേറ്റ് എക്സാമിന് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ജീവിതം നഷ്ടപ്പെട്ടു പോയെന്നുള്ള അവസ്ഥയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്ക് തലേദിവസം IAS എക്സാമിന്റെ തലേദിവസം എനിക്ക് പനിയായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക, നല്ലതുപോലെ ഗേറ്റിന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാം, നമുക്ക് ഓപ്ഷണൽ പേപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ശരിയല്ലേ? കാരണം ഇലക്ട്രിക്കൽ ആണെങ്കിൽ മേ ബി യു ക്യാൻ ഗോ ഫോർ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എക്സാമിനേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞു വന്ന ഇപ്പൊ M.Techനോ വല്ല പോകാനാണെങ്കിൽ നമുക്ക് കോർ പേപ്പറുകളിൽ സെലക്ട് ചെയ്തിട്ട് പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന IIT അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന കോഴ്സസിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടാകും മാത്രം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് അതല്ല. യഥാർത്ഥത്തിൽ ഇവിടെ പറയാൻ പോകുന്നത്, നമുക്ക് ഏതൊക്കെ ബെസ്റ്റ് PSUs നമുക്ക് എഴുതാൻ പറ്റും ഈ പറഞ്ഞു വന്ന ഏതില്ലാതെ തന്നെ, നമ്മുടെ ഗേറ്റ് എക്സാം ഇല്ലാതെ തന്നെ, വിത്തൗട്ട് ഗേറ്റ് എക്സാമിനേഷൻ നമുക്ക് ബെസ്റ്റ് PSUs ഉണ്ട്. പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞ PSUs എല്ലാം തന്നെ എവിടെ നിന്നാണ് വിളിച്ചോണ്ടിരുന്നത്? ഗേറ്റ് ഇല്ലാതെ തന്നെ വിളിച്ചോണ്ടിരുന്നത്. ഓരോ എല്ലാവരും ഈ പറഞ്ഞ യഥാർത്ഥത്തിൽ പറഞ്ഞുണ്ടല്ലോ, 206ഓളം PSUs ഉണ്ട് ഇവിടെ. എത്ര പേര് അറിയുന്നുണ്ടെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മുടെ എഞ്ചിനീയേഴ്സിന് വേണ്ടി 206ഓളം എക്സാംസും നടക്കുന്നുണ്ട്, 206ഓളം ഈ പറഞ്ഞു വന്ന പരീക്ഷകളും നടക്കുന്നുണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷേ എന്നാൽ ഇന്ന് അതെല്ലാം മാറ്റി വളരെ കുറച്ച് PSUs മാത്രം ഇപ്പം അവരവർ തന്നെ പരീക്ഷ നടത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ പറഞ്ഞു വന്ന ബാക്കിയുള്ള എല്ലാ PSUs എങ്ങോട്ട് മാറി? അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ചോദിക്കുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന വിശ്വസിക്കുന്നത് നമ്മൾ ഈ പറയുന്ന PSU. ഈ PSU എന്ന് പറയുന്നത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. ബട്ട് എനിവേ ഒരു കാര്യം പറയട്ടെ, ഇതിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? മഹാരത്ന, നവരത്ന, ഈ പറഞ്ഞു വന്ന അതിന് താഴെ നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് നാഷണൽ ഫെർട്ടിലൈസർ ലിമിറ്റഡ്, NFL. അത് ഇന്ത്യൻ സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അത് വരുന്നതാണ്. ഇത് ഗവൺമെന്റ് ഓണേഡ് ഫെർട്ടിലൈസർ പ്രോ ഇൻ ഇന്ത്യ. ഇത് നവരത്ന കാറ്റഗറി വരുന്നതാണ്. ഇനി with the government of majority stake incorporated, NFL comes under the administrative control of Ministry of Chemicals and Fertilizer, the second largest producer of key fertilizer of urea in India. Second largest producer ആണ് ഇവര്. ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, ഇവിടെ നടന്ന 2024 പരീക്ഷയിൽ 164ഓളം സീറ്റ് എഞ്ചിനീയേഴ്സിനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞെടുക്കുന്ന ഇവിടെ എല്ലാം ഒരു കാരണം പറയട്ടെ, 1 lakhന് അടുത്ത് മിനിമം സാലറി. ഇതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ നവരത്ന, മഹാരത്ന കമ്പനികൾക്കനുസരിച്ച് മാറാറുണ്ട്. പക്ഷെ എങ്കിലും ഉറപ്പിച്ചു പറഞ്ഞു, ഈ പറഞ്ഞു വന്ന 164 സീറ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പ് 10 വിത്തൗട്ട് ഗേറ്റ് PSUസിന്റെ എല്ലാവരും ചേർത്ത് ഞാൻ പറയട്ടെ, ഒരു 2000 അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയോ? ക്ലിയർ അല്ലേ? അപ്പൊ ഒരു കാര്യമുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നല്ല, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അറിയേണ്ടവരെ അറിയുള്ളൂ. നമ്മളത് അറിഞ്ഞാൽ മാത്രമേ നമുക്കും അത് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ എല്ലാം ഒരു 65% ഇത് അതും ഡിപ്പെൻഡ് ആണ്. ചിലത് 60% മതിയാവും, എങ്കിലും ഒരു 65% എബവ് ഉണ്ടെങ്കിൽ എല്ലാ PSUസും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ PSU പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറയുന്നത് HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ മഹാരത്ന കാറ്റഗറി വരുന്നത്, അതാണ് ടോപ്പ്. അപ്പം ഈ 14th സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് 14th സ്ഥാനമാണുള്ളത്. പ്രസ്റ്റീജിയസ് ക്ലാസിഫിക്കേഷൻ വരുന്നത് തന്നെയാണിത്. പിന്നെ പറഞ്ഞു, നമ്മുടെ ഡിഫൻസും എയറോസ്പേസും എല്ലാം ഇത് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ അണ്ടർ വരുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1940, HAL is distinguished as one of the largest aerospace and defense manufacturer ഗ്ലോബലി പോലും അംഗീകരിക്കപ്പെട്ട ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. അവിടേക്ക് മാനേജ്മെന്റ് ട്രെയിനി ആൻഡ് ഡിസൈൻ ട്രെയിനി എന്ന് പറഞ്ഞാണ് അവർ പോസ്റ്റ് എടുക്കുന്നത്. 185ഓളം സീറ്റ് വരുന്നുണ്ട്. ഇത് 2023 വിളിച്ചത്, അത് ആഗസ്റ്റ് ടൈമിലാണ് വിളിച്ചത്. അത് വീണ്ടും ഈ പറഞ്ഞു വന്ന പോസ്റ്റ് ഈ 2025 വരാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് 185 സീറ്റ് എന്ന് പറയുന്ന സീറ്റ് അവരൊരിക്കലും ഗേറ്റ് വഴി അല്ല വിളിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്താൽ, ഞാൻ പറഞ്ഞു വരുന്ന ഗേറ്റ് എക്സാം ഒക്കെ നടക്കുന്നത് നമുക്കറിയാം എപ്പോഴാണ്, ഈ പറഞ്ഞ ഫെബ്രുവരിയിലാണ്. നിങ്ങളുടെ പഠനം അവിടെ കൊണ്ട് നിർത്തരുത്. ഈവൻ ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഗുഡ്, നമുക്ക് അവിടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ അഡ്മിഷൻ വരുമ്പോഴും ഏകദേശം ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഒക്കെ ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ഇതുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. ഈവൻ ഇഫ് യു ആർ എന്താ പറയുന്നത്, ഗേറ്റിന് നല്ല പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഗേറ്റിന് പ്രിപ്പറേഷൻ ഒന്ന് ഫുൾഫിൽ ആയിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ദിസ് ഓൾസോ. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. ഇത് ശരിക്കും ഈ കാര്യം പറയാൻ കാരണം എന്താ ചോദിച്ചാൽ, ഈ ക്വസ്റ്റ്യൻ എൻ്റെ ഒരു ഗേറ്റ് വിദ്യാർത്ഥി ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ ഇത് ചെയ്തത്. എനിവേ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. അപ്പൊ അടുത്ത പറയുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പം വിളിച്ചിട്ടുള്ളത്. ആക്ച്വലി നിങ്ങൾ അറിയുന്നുണ്ടോ അറിയില്ല, ഇത്തവണ 2025 എക്സാമിനേഷൻ ഇപ്പോൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്, കോൺഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു 24 എക്സാമിനേഷന്റെ കോൺഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിവേ ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ 23 ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നുണ്ട്, ഫസ്റ്റ് കസ്റ്റം 10 എയർപോർട്ട് വരുന്നുണ്ട്, 81 എയർപോർട്ട്സ്, 23 ഡൊമസ്റ്റിക് സിവിൽ എൻക്ലേവ്സ് അറ്റ് ഡിഫൻസ് എയർഫീൽഡ്സ്, ഇതെല്ലാം ഇന്ത്യ അണ്ടറിൽ വരുന്നതാണ്. ഇവിടേക്ക് 496 പോസ്റ്റാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ അത് ലാസ്റ്റോടെ വന്നത് 2023 CBT ഉണ്ട്, എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, എന്താണ് ഈ പറഞ്ഞു വന്ന നമ്മുടെ ഡേറ്റ വെരിഫിക്കേഷൻ ഉണ്ട്, വോയിസ് ടെസ്റ്റ് ഉണ്ട്. ഈ വോയിസ് ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ അവിടെ പ്രൊണൗൺസിയേഷൻ ഉണ്ട്. കാരണം നമുക്ക് കണ്ടാൽ അറിയാം, അത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ വെച്ചാൽ എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് പ്രൊവിൻസി ഒക്കെ ഉണ്ടാകണം, ആവശ്യം അതുള്ളവരെയാണ് അവർ കൂടുതൽ എടുക്കുന്നത്. ശരിയല്ലേ? ഇനി അടുത്ത നമ്മൾ പറയുന്നത് രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ ലിമിറ്റഡ് ഈസ് എ ലീഡിംഗ് ഫെർട്ടിലൈസർ ആണ്. കെമിക്കൽ മാനുഫാക്ചർ അറൌണ്ട് 75% ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കമ്പനി ഹാസ് ബീൻ നവരത്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓപ്പറേറ്റ്സ് വിത്ത് വൺ ഓഫ് Trombay in Mumbai and Raigad district award from the Mumbai. അപ്പൊ പോസ്റ്റേഴ്സ് വരുന്നത് മാനേജ്മെന്റ് ട്രെയിനിൽ നിന്നാണ്. 147 സീറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ CBT ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, ഇവിടെ എല്ലാം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ പറയുന്ന ഗേറ്റ് എക്സാമിന് നമുക്ക് ഒത്തിരി GK ഒന്നും വരുന്നില്ലെങ്കിൽ മേ ബി സം ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അത് GKയും GDയും ഒക്കെ വരാറുണ്ട്. ഓക്കെ, BML അടുത്ത അല്ലെങ്കിൽ മിനിരത്ന, ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയാണ്. മിനിരത്നയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, കാറ്റഗറി 1, കാറ്റഗറി 2. അതിൽ മിനിരത്നയിൽ വരുന്നതാണ്, കാറ്റഗറി 1 വരുന്നതാണ് BML. അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് ഇന്ത്യ ഡിഫൻസ്, റെയിൽവേ, പവർ, മൈനിങ്, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വരുന്നുണ്ട്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ഈസ് അണ്ടർടേക്കിംഗ്, ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, ബാംഗ്ലൂരാണ്. വെറൈറ്റി ഓഫ് ഹെവി എക്വിപ്മെന്റ്സ്, എർത്ത് മൂവിംഗ്, ട്രാൻസ്പോർട്ട്, മൈനിങ്, ഇതിലെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ 21 സീറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. CBT ഇന്റർവ്യൂ ഉണ്ട്, നവംബർ സമയത്താണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്ന ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് BDL 16 ജൂലൈ 1970 PSU ആയി മാറിയത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് ബേസ് ഗൈഡഡ് മിസൈൽ സിസ്റ്റം ആൻഡ് അലൈഡ് എക്വിപ്മെന്റ് ഫോർ ദി ഇന്ത്യൻ എയർഫോഴ്സ് ആർംഡ് ഫോഴ്സസ്. DRDO ആൻഡ് ഫോറിൻ ഓറിയന്റഡ് എക്വിപ്മെന്റ് മാനുഫാക്ചേഴ്സ് ഇതുമായിട്ട് കൊളാബറേഷനിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ലാസ്റ്റ് തവണ മാനേജ്മെന്റ് ട്രെയിനിയായിട്ട് 42 പേരെ വിളിച്ചു. ഓക്കെ, CBT ഇന്റർവ്യൂ അതിന് ഉണ്ടാവും. ഓക്കെയാണ്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ECIL ആറ്റോമിക് എനർജിയുടെ താഴെ വരുന്നതാണ്. പ്രൊഫഷണൽ ഗ്രേഡ് ഇലക്ട്രോണിക്സ്. ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ട് കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ. ഇത് കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും, ഇലക്ട്രിക്കല്, ECE, കമ്പ്യൂട്ടർ സയൻസ്, ഇതായിരിക്കും മെയിനായിട്ട് ഇവര് ഇത് ചെയ്യുന്നത്, എടുക്കുന്നത്. 30 പേർക്കാണ് റിട്ടേൺ ടെസ്റ്റ് കൊണ്ട് ഇന്റർവ്യൂ ആണ്. ഇതേപോലെ തന്നെ BEL ഇത് എല്ലാം നമ്മുടെ പരീക്ഷയിൽ വരുന്ന 205 സീറ്റോളം ഉണ്ട്. ഇതും ശരിക്കും പറഞ്ഞാൽ ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് 8 PSUs അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് സ്പെഷ്യൽ മാനുഫാക്ചർ. ഓക്കെ, ഇത് വളരെ ടോപ്പ് ഇതിൽ വരുന്നതാണ്. ഇതിനകത്ത് നമ്മുടെ PSUs തന്നെ വരുന്നതാണ്. ഇവിടെ എല്ലാം നല്ല ശമ്പളമാണ്. ഞാനിവിടെ ഓരോന്നിന്റെയും ശമ്പളം എടുത്തു പറയുന്നില്ല. എനിവേ ഒരു കാര്യം ഉറപ്പാണ്, 1 lakhും 2 lakhും വളരെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന കമ്പനികളുണ്ട് PSUs, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലേക്ക്. ഓക്കെ, അപ്പൊ ഇനി പറയുന്ന BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്
ഇവിടെ നമുക്ക് പോസ്റ്റ് വരുന്നത് എഞ്ചിനീയേഴ്സ് ട്രെയിനിങ് തന്നെയാണ്. 150 സീറ്റോളം ഉണ്ട്. CBT ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ടാവും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. അപ്പം ഇതെല്ലാമാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അടുത്ത നമ്മൾ പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് HPC. ഇവിടെ ആനുവൽ ഗ്രോസ് സാലറീസ് 4, ഇത് വളരെ കുറഞ്ഞ ഒരു സാലറിയിലാണ് തുടങ്ങുന്നത്. 4,59,000 വരുന്നുള്ളൂ. പക്ഷേ എങ്കിലും സെയിൽസ്, ഗ്രോസ് സെയിൽസ്, ഇത് അതല്ല കേട്ടോ. ഇവിടെ സെയിൽസിന്റെ ഗ്രോസ് ഇത്രയും സെയിൽസ് ആണ് വരുന്നുണ്ട്. ഇതിന്റെയും 294 ഇത് വരുന്നുണ്ട്. നിങ്ങളുടെ സാലറി അല്ല, സാലറി എന്തായാലും 1 ലാഖിനടുത്ത് തന്നെയാണ് വരുന്നത്. ഇത് പിന്നെ എനിക്ക് സംശയം വന്നതുകൊണ്ടാണ്. എനിവേ 1 ലാഖിനടുത്ത് തന്നെ വരുന്നുണ്ട്. 294 ആണ്. ഞാനിതെല്ലാം പറഞ്ഞല്ലോ, നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും. PSUs ഒന്നും തന്നെ എനിക്ക് തോന്നുന്നു ഒരു 16-ന്റെയും ഒരു 22-ന്റെയും ഇടയ്ക്കൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു PSUs മഹാരത്ന. ഈ പറയുന്ന ഏറ്റവും അണ്ടറിൽ പോയ ഒരു 8 to, അതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് മിനി രത്നയിൽ കാറ്റഗറി 2-ലൊക്കെ 8 to 10 ആയിരിക്കും വരുന്നത് മിനിമം. അപ്പൊ അത് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഒരു 1 ലാഖിനടുത്ത് എന്തായാലും മിനിമം ഉണ്ടാവും. ഓക്കെ. അപ്പൊ എനിവേ ഒരു കാര്യം പറയാം, ഇതൊന്നും നമ്മൾ ഈ പറഞ്ഞു വന്ന ഏകദേശം ഒരു 2000 സീറ്റുകൾ നമ്മൾ പറഞ്ഞു. ഈ 2000 സീറ്റ് പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞ 2000 സീറ്റിന്റെ പരീക്ഷയ്ക്ക് നമ്മൾ ഓൾ ഇന്ത്യയിലാണ് എക്സാംസ് നടക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ 60% മാർക്ക് ഉണ്ടാകുക, നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ എഞ്ചിനീയറിംഗിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ പേപ്പർ അല്ലെങ്കിൽ കോർ ഫീൽഡിൽ ഒരു ഗവൺമെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ, അതും പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന പരീക്ഷകളും എല്ലാം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു കാര്യം പറയാം, സയന്റിഫിക് പോസ്റ്റുകൾ ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറഞ്ഞു വന്ന നമ്മുടെ ISR, ബാർക്കോ, DRDO ഒന്നും പറഞ്ഞിട്ടില്ല. ISR, ബാർക്കോ, DRDO എല്ലാം ശരിക്കും പറഞ്ഞാൽ അവർ തന്നെ പരീക്ഷ നടത്തുന്നുണ്ട്, കൂടെ ഗേറ്റ് വഴി എടുക്കാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് സയന്റിഫിക് പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്കും നമുക്കിപ്പോൾ ഓൾറെഡി ഈ ഇന്നലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബാർക്കിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എനിവേ എല്ലാ വർഷവും ഇവർ വിളിക്കാറുണ്ട്. അത് വേറെ പോസ്റ്റായിട്ട് തന്നെ, സയന്റിഫിക് പോസ്റ്റായിട്ട് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, എഞ്ചിനീയേഴ്സിന്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എഞ്ചിനീയറിംഗ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പൂർണ്ണമായിട്ട് ആദ്യത്തെ 10 മാത്രമാണ് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞത്. ഇനിയുണ്ട് 200, ടോട്ടൽ നമ്മൾ പറഞ്ഞു 206 സീറ്റാണ്. ഈ 206 സീറ്റില് എത്ര സീറ്റുകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ വെറും 10 പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള PSUs ഉണ്ട്. അപ്പൊ എനിവേ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്നല്ല, അത് അന്വേഷിച്ചു പോകുന്നവർക്ക് എന്നും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ടേക്ക് കെയർ, ബൈ ബൈ. ഈ ഡീറ്റെയിൽസ്